അപ്പോൾ ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ സാംസങ് ഗാലക്സി S21 FE പറ്റിയായിരിക്കും സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് S20 FE എന്ന് പറഞ്ഞ ഫോൺ ഒക്കെ തന്നെ അറിയായിരിക്കും. ആ ഫോൺ ഒരു ഹിറ്റ് ഫോണൊക്കെ തന്നെയായിരുന്നു. പിന്നെ അത് തന്നെയല്ല സെയിൽസിലൊക്കെ ഇപ്പം നിങ്ങൾ നോക്കുവാണെങ്കിൽ അത് ഹിറ്റൊക്കെ തന്നെയായിരുന്നു. ഇപ്പോൾ കറന്റ് S21 FEയുടെ ലീക്സ് ആൻഡ് റൂമേഴ്സ് ഒക്കെ തന്നെ ഇരുന്നൊക്കെ തന്നെയുണ്ട്. അതായിരിക്കും ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. എന്തൊക്കെയാണ് വിലയും ഇതൊക്കെ ലോഞ്ച് ഡേറ്റ് എന്തൊക്കെയാണ് എല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം ഈ വീഡിയോക്കകത്തൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക, പിന്നെ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ ആദ്യം നമുക്ക് നോക്കാം എന്തുകൊണ്ടാണ് സാംസങ് അവരുടെ S21 FE എന്ന് പറഞ്ഞ ഫോണൊക്കെ ലോഞ്ച് ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് S21 സീരീസ് ഒക്കെ അറിയായിരിക്കും. അപ്പോൾ S21 സീരീസിലേക്ക് ഈ മെയിൻ ഫീച്ചേഴ്സ് ഒക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും. ഫോർ എക്സാമ്പിൾ IP റേറ്റിംഗ് ആയിക്കോട്ടെ, വയർലെസ് ചാർജിങ് ആയിക്കോട്ടെ, റിവേഴ്സ് വയർലെസ് ചാർജിങ് ആയിക്കോട്ടെ, ഇതെല്ലാം അവർ ഇനി പോലെ S21 FEയിലോട്ടൊക്കെ ഇടാൻ പോവുകയാണ്. പിന്നെ അത് തന്നെ ഈ സാംസങ് ഡെക്സിന്റെ ഒക്കെ ഓപ്ഷൻ ഒക്കെ തന്നെ ഉണ്ട്, അതും അവർ S21 FEയിലോട്ടൊക്കെ തന്നെ ഇടാൻ പോവുകയാണ്. അപ്പൊ അടുത്തത് ഈ സ്മാർട്ട് ഫോണിന്റെ സ്പെസിഫിക്കേഷനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ ഗാലക്സി S21 ബിൽഡ് ക്വാളിറ്റിയെ പറ്റി സംസാരിക്കാം. അപ്പൊ ബിൽഡ് ക്വാളിറ്റിയെ പറ്റി പറയുകയാണെങ്കിൽ ഈ സ്മാർട്ട് ഫോണിൽ വരാൻ പോകുന്നത് പ്ലാസ്റ്റിക് ബാക്ക് ഒക്കെ തന്നെ ആയിട്ടൊക്കെ തന്നെയാണ്. അപ്പൊ സൈഡ്സ് നിങ്ങൾക്ക് അലൂമിനിയം ഒക്കെ തന്നെയാണ്, സെയിം തന്നെയാണ് നമുക്ക് പറയാനൊക്കെ പറ്റും S21 പോലെയൊക്കെ തന്നെ. പിന്നെ ഈ സ്മാർട്ട് ഫോണിന്റെ കളർ വേരിയൻസിനെ പറ്റി പറയുകയാണെങ്കിൽ 5 വേരിയൻസിലായിരിക്കും ഈ ഫോണൊക്കെ വരാൻ പോകുന്നത്. ഒന്ന് വൈറ്റ് കളർ, ഒന്ന് ഗ്രേ കളർ, ഒന്നാണ് പിങ്ക്, ഒന്നാണ് റെഡ്, ഒന്നാണ് ഗ്രീനും കൂടെ ആഡ് ചെയ്യാൻ പോകുകയാണെന്ന് പറഞ്ഞിട്ടൊക്കെ തന്നെയുണ്ട്. അപ്പൊ ഇതൊക്കെ തന്നെ ഉണ്ടായിരുന്നു ഈ സ്മാർട്ട് ഫോണിന്റെ ഡിസൈൻ ആൻഡ് ബിൽഡ് ക്വാളിറ്റിക്കകത്തൊക്കെ. അപ്പൊ ഡിസൈനെ പറ്റി പറയുകയാണെങ്കിൽ സെയിം ആണെന്ന് പറയാനൊക്കെ പറ്റും. ഓൾമോസ്റ്റ് S20 FE പോലെയൊക്കെ തന്നെയാണ്, പക്ഷെ കുറച്ചുകൂടെയൊക്കെ അപ്ഗ്രേഡ്സ് ഒക്കെ തന്നെ അവര് വരുത്തിയിട്ടൊക്കെ തന്നെയുണ്ട്. അപ്പൊ ഇതൊക്കെ തന്നെ ഉണ്ടായിരുന്നു S21 FEയുടെ ബിൽഡ് ക്വാളിറ്റിയെ പറ്റി. പിന്നെ അത് തന്നെയല്ല ഈ സ്മാർട്ട് ഫോണിൽ വരാൻ പോകുന്ന IP68 ഡസ്റ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റന്റ് ഒക്കെ തന്നെ ഈ സ്മാർട്ട് ഫോണിലൊക്കെ വരുമെന്നൊക്കെ തന്നെയാണ് ഇതിലൊക്കെ പറയുന്നത്. അപ്പൊ ഇതൊക്കെ തന്നെ ഉണ്ടായിരുന്നു S21 FEയുടെ ഡിസൈൻ ആൻഡ് ബിൽഡ് ക്വാളിറ്റിക്കകത്തൊക്കെ. അപ്പൊ കൂടുതൽ ഡീറ്റെയിൽസ് ഇതുവരെ ഒന്നും തന്നെ വന്നിട്ടില്ല. അപ്പൊ ഇതൊക്കെ തന്നെയാണ് ഇപ്പൊ റൂമേഴ്സിലൊക്കെ തന്നെ വരുന്നത് S21 FEയുടെ ഡിസൈൻ ആൻഡ് ബിൽഡ് ക്വാളിറ്റിക്കകത്തൊക്കെ. അപ്പൊ അടുത്തത് ഈ സ്മാർട്ട് ഫോണിന്റെ ഡിസ്പ്ലേസും കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഈ ഫോണിൽ വരുന്നത് 6.41 ഇഞ്ചിന്റെ സൂപ്പർ ആമോലെഡ് ഡിസ്പ്ലേ ആണെന്നൊക്കെ തന്നെയാണ് പറയുന്നത്. ഇത് 120 ഹെർട്സ് കൂടെയാണ്. പിന്നെ ഈ സ്മാർട്ട് ഫോൺ വരുന്നത് 411 dpi സ്ക്രീനൊക്കെ തന്നെയായിട്ടാണ്. പിന്നെ അത് തന്നെയല്ല ഇതിനകത്ത് HDR+ന്റെ സപ്പോർട്ടും കൂടെ ഒക്കെ തന്നെ ഉണ്ടെന്നാണ് ഇവിടെയൊക്കെ തന്നെ പറയുന്നത്. അത് തന്നെയല്ല ഈ സ്മാർട്ട് ഫോൺ സപ്പോർട്ട് ചെയ്യാൻ പോകുന്നത് 1080p ഒക്കെ തന്നെയായിരിക്കും. പിന്നെ ഈ സ്മാർട്ട് ഫോൺ 20:9 ആസ്പെക്ട് റേഷ്യോയിലൊക്കെ തന്നെയാണ് ഈ സ്മാർട്ട് ഫോണിന്റെ സ്ക്രീൻ ഒക്കെ തന്നെ വരുന്നത്. അപ്പോൾ ഇതൊക്കെ തന്നെ ഉള്ളായിരുന്നു ഈ സ്മാർട്ട് ഫോണിന്റെ ഡിസ്പ്ലേ ഇതിനകത്തൊക്കെ തന്നെ. അപ്പോൾ ഡിസ്പ്ലേ പറ്റി പറയുകയാണെങ്കിൽ ഇത് സാംസങ്ങിന്റെ ഒക്കെ തന്നെയാണ്. അപ്പോൾ കൂടുതൽ ഒന്നും തന്നെ പറയുന്നില്ല. ഇവരുടെ ഒക്കെ സ്ക്രീൻസ് ഓവറോൾ മറ്റേ ഫോൺസ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ നല്ലതൊക്കെ തന്നെയാണ് സാംസങ്ങിന്റെ ഒക്കെ ഡിസ്പ്ലേ ഒക്കെ തന്നെ. അപ്പൊ അതുകൊണ്ട് നമുക്ക് പറയാനൊക്കെ തന്നെ പറ്റും ഈ ഫോണിന്റെ സ്ക്രീന് നല്ലതൊക്കെ തന്നെയാണ്. അപ്പൊ ഇതൊക്കെ തന്നെയാണ് S21 FEയുടെ സ്ക്രീനും ഇതിനകത്തൊക്കെ തന്നെ. അപ്പൊ അടുത്തത് ഈ സ്മാർട്ട് ഫോണിന്റെ ചിപ്സെറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ എക്സിനോസ് ഒക്കെ തന്നെ ആയിട്ടായിരിക്കും, അല്ലെങ്കിൽ സ്നാപ്ഡ്രാഗൺ ഒക്കെ തന്നെ ആയിട്ടായിരിക്കും ഈ ഫോണൊക്കെ ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. അപ്പൊ മോസ്റ്റ്ലി ഇന്ത്യയിൽ സ്നാപ്ഡ്രാഗൺ ആയിരിക്കും വരാൻ പോകുന്നതെന്നൊക്കെ തന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ സ്മാർട്ട് ഫോണിൽ വരാൻ പോകുന്ന സ്നാപ്ഡ്രാഗൺ 888 ഒക്കെ തന്നെ ആയിരിക്കും. ഇത് 5N ബേസ്ഡ് കൂടെയാണ്. പിന്നെ അത് തന്നെയല്ല ഈ സ്മാർട്ട് ഫോണിന്റെ GPU ആണെങ്കിൽ Adreno 660 കൂടെയാണ്. അപ്പോൾ ഇതൊക്കെ തന്നെ ഉള്ളത് ഈ സ്മാർട്ട് ഫോണിന്റെ വെബ്സൈറ്റിനകത്തൊക്കെ തന്നെ. പിന്നെ അടുത്തത് അഥവാ എക്സിനോസിലാണെങ്കിൽ Exynos 2100 ഒക്കെ തന്നെ ആയിട്ടായിരിക്കും വരാൻ പോകുന്നത്. പക്ഷെ കൂടുതലും ചാൻസ് ഉള്ളത് ഈ സ്നാപ്ഡ്രാഗൺ ഒക്കെ തന്നെയാണ്. സ്നാപ്ഡ്രാഗൺ 888 ഒക്കെ തന്നെയായിരിക്കും ലോഞ്ച് ആവാനൊക്കെ പോകുന്നത്. അപ്പോൾ 50,000 നിങ്ങൾക്ക് 888 ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പറയാനൊക്കെ പറ്റും നല്ലതൊക്കെ തന്നെയാണ്. ഇത് ഡയറക്ട്ലി കമ്പീറ്റ് ചെയ്യാൻ പോകുന്നത് iPhone 13 മിനിയും പിന്നെ ഈ OnePlus 9 സീരീസും ഒക്കെ തന്നെയായിട്ടായിരിക്കും. അപ്പോൾ 888 ഈ വില വെച്ച് നോക്കുവാണെങ്കിൽ നല്ലതൊക്കെ തന്നെയാണ് നമുക്ക് പറയാനൊക്കെ പറ്റും. പിന്നെ ഈ സ്മാർട്ട് ഫോണിന്റെ UI ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ഈ ഫോൺ വരാൻ പോകുന്ന Android 11 തന്നെ ആയിരിക്കും. ഔട്ട് ഓഫ് ദ ബോക്സ് 1 UI 3.1 ആയിരിക്കും ഈ സ്മാർട്ട് ഫോണൊക്കെ വരാനൊക്കെ പോകുന്നത്. അപ്പോൾ അത് തന്നെയല്ല 2-3 വർഷത്തെ അപ്ഡേറ്റ്സ് ഒക്കെ തന്നെ ഈ സ്മാർട്ട് ഫോണിലൊക്കെ വന്നേക്കാം. അപ്പോൾ ഇതൊക്കെ തന്നെ ഉള്ളത് ഇതിനകത്തൊക്കെ സോഫ്റ്റ്വെയറും ചിപ്സിനകത്തൊക്കെ തന്നെ. അപ്പോൾ മോസ്റ്റ്ലി ഈ റൂമേഴ്സിനകത്തൊക്കെ പറയുന്നത് ഇവിടെ ലോഞ്ച് ആകുമ്പോൾ അത് സ്നാപ്ഡ്രാഗൺ ആയിട്ടൊക്കെ തന്നെ ആയിരിക്കും. അപ്പോൾ സ്നാപ്ഡ്രാഗൺ ആണെങ്കിൽ നല്ലതൊക്കെ തന്നെയാണ്, അല്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റും വലിയ ഗുണമൊന്നും തന്നെ ഇല്ല. എന്നാൽ എക്സിനോസ് ഒക്കെ ആയിട്ട് വന്നതിന്. അപ്പോൾ സ്നാപ്ഡ്രാഗൺ ആണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഇതൊരു ഹെർത്തി ഫോണൊക്കെ തന്നെ ആയേക്കാം ഈ
വില വെച്ച് നിങ്ങൾ നോക്കുവാണെങ്കിൽ. അപ്പോൾ അടുത്തത് ഈ സ്മാർട്ട് ഫോണിന്റെ സ്റ്റോറേജ് വേരിയൻസിനെ പറ്റി പറയുകയാണെങ്കിൽ ഈ ഫോൺ വരുന്നത് 128GB 6GB റാം വേരിയന്റ്, 128GB 8GB റാം വേരിയന്റ്, പിന്നെ 256GB 8GB റാം ഒക്കെ തന്നെയായിട്ടാണ് ഈ സ്മാർട്ട് ഫോൺ വരാൻ പോകുന്നത്. പിന്നെ ഈ സ്മാർട്ട് ഫോൺ UFF 3.1 ഒക്കെ തന്നെ ആവുമെന്നൊക്കെ പറയുന്നൊക്കെ തന്നെയുണ്ട്. പിന്നെ അത് തന്നെയല്ല, നിങ്ങൾക്ക് S21 FE ഇനി മൂലം മൈക്രോ SD കാർഡ് സ്ലോട്ടിന്റെ ഓപ്ഷൻ ഒന്നും തന്നെ വരത്തില്ലെന്നൊക്കെ തന്നെയാണ് ഇവിടെയൊക്കെ പറഞ്ഞിരിക്കും. ഇതൊക്കെ തന്നെയുള്ളായിരുന്നു S21 FE സ്റ്റോറേജ് വേരിയൻസും ഇതിനകത്തൊക്കെ തന്നെ. അപ്പൊ അടുത്തത് ഗാലക്സി S21 FE ക്യാമറാസിനെ പറ്റി പറയുകയാണെങ്കിൽ ഈ ഫോണിന്റെ മെയിൻ ഇതിനെ പറ്റി പറയുകയാണെങ്കിൽ ഇത് വരുന്നത് 12 മെഗാപിക്സലിലെ f1.8 ലെൻസിലാണ് വരാൻ പോകുന്നത് ഈ സ്മാർട്ട് ഫോണിന്റെ മെയിൻ ലെൻസ് ഒക്കെ. പിന്നെ ഈ സ്മാർട്ട് ഫോണിന്റെ അൾട്രാ വൈഡിനെ പറ്റി പറയുകയാണെങ്കിൽ ഇത് വരാൻ പോകുന്നത് 12 മെഗാപിക്സലിലെ f2.2 ഒക്കെ തന്നെയായിട്ടാണ്. പിന്നെ ഈ സ്മാർട്ട് ഫോണിന്റെ ടെലിഫോട്ടോ ആണെങ്കിൽ 8 മെഗാപിക്സലിലെ f2.4 ഒക്കെ തന്നെയായിട്ടാണ്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഈ സ്മാർട്ട് ഫോൺ റിയറിലൊക്കെ തന്നെ. പിന്നെ ഈ സ്മാർട്ട് ഫോണിന്റെ സെൽഫി ക്യാമറ പറ്റി പറയുകയാണെങ്കിൽ ഇത് വരാൻ പോകുന്നത് 32 മെഗാപിക്സലിലെ സെൽഫി ഒക്കെ തന്നെയായിട്ടാണ് ഈ സ്മാർട്ട് ഫോണിന്റെ ഇതൊക്കെ വരാനൊക്കെ പോകുന്നത്. പിന്നെ ഈ സ്മാർട്ട് ഫോണിന്റെ റിയറിലൊക്കെ നിങ്ങൾക്ക് 4K ഒക്കെ തന്നെ റെക്കോർഡ് ഒക്കെ തന്നെ ചെയ്യാൻ പറ്റും. അപ്പോൾ അത് തന്നെയല്ല, സെൽഫിയിൽ എനിക്ക് തോന്നുന്നു FHD ഒക്കെ തന്നെ ആയിരിക്കും. അപ്പോൾ ഇതൊക്കെ തന്നെയുള്ളായിരുന്നു ഈ ഫോൺസിന്റെ ഒക്കെ ക്യാമറാസിലൊക്കെ തന്നെ. അപ്പോൾ സാംസങ്ങിന്റെ ഒക്കെ ആയതുകൊണ്ട് നമുക്ക് പറയാനൊക്കെ പറ്റും ഇവരുടെ ക്യാമറാസ് ഒക്കെ നല്ലതൊക്കെ തന്നെയാണ്. പക്ഷെ ഫോണൊക്കെ യൂസ് ചെയ്താലും നമുക്ക് എക്സാക്ട്ലി ഒക്കെ പറയാൻ ഒക്കെ തന്നെ പറ്റത്തുള്ളൂ ഈ സ്മാർട്ട് ഫോണിന്റെ ക്യാമറാസ് ഒക്കെ തന്നെ എങ്ങനെയാവുന്നത്. അപ്പൊ ഇതൊക്കെ തന്നെ ഉള്ളായിരുന്നു S21 FE ഈ ക്യാമറാസും കാര്യങ്ങളിനകത്തൊക്കെ തന്നെ. അടുത്ത കാര്യത്തിലോട്ട് പോവുകയാണെങ്കിൽ ഈ സ്മാർട്ട് ഫോണിനകത്ത് നിങ്ങൾക്ക് ഹെഡ്ഫോൺ ജാക്ക് ഒന്നും തന്നെ ഇല്ല. പിന്നെ ഈ സ്മാർട്ട് ഫോണിനകത്ത് നിങ്ങൾക്ക് സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഒക്കെ ഉണ്ട്. അതുകൊണ്ട് പിന്നെ ഈ ഫോണിന്റെ സെക്യൂരിറ്റി പറ്റി സംസാരിക്കുകയാണെങ്കിൽ ഈ സ്മാർട്ട് ഫോണിനകത്ത് നോക്സ് ഒക്കെ തന്നെ ഉണ്ട്. അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെ ഈ ഫോൺ കുറച്ചുകൂടെ സെക്യൂർ ഒക്കെ തന്നെയാണ്. പിന്നെ ഈ സ്മാർട്ട് ഫോൺ നിങ്ങൾക്ക് ഒപ്റ്റിക്കൽ ബേസ്ഡ് ഫിംഗർ പ്രിന്റ് സ്കാനർ ഒക്കെ തന്നെ ആയിട്ടാണ് ഈ ഫോണൊക്കെ തന്നെ ലോഞ്ച് ഒക്കെ ആവുന്നത്. പക്ഷെ ഈ സ്മാർട്ട് ഫോണത്ത് അൾട്രാസോണിക് ഒന്നും തന്നെ ഇല്ല. അതൊക്കെയാണ് ഈ സ്മാർട്ട് ഫോണിന്റെ ഒക്കെ ഡൗൺ സൈഡ് ഒക്കെ തന്നെ. പക്ഷെ ഈ നിലയിലുള്ള ഫോൺസ് ഒക്കെ മിക്കവാറും ഒപ്റ്റിക്കലൊക്കെ തന്നെ ആയിട്ടാണ് വരുന്നത്. പിന്നെ ഈ സ്മാർട്ട് ഫോൺ ഫേസ് അൺലോക്ക് ഒക്കെ തന്നെ ഉണ്ട്. അപ്പൊ ഇതൊക്കെ തന്നെയുള്ളായിരുന്നു ഈ സ്മാർട്ട് ഫോണിന്റെ സെക്യൂരിറ്റിയും ഇതിനകത്തൊക്കെ തന്നെ. അടുത്തത് ഈ സ്മാർട്ട് ഫോണിന്റെ 5G ബാൻഡ്സിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ ഈ ഫോണിൽ മിക്കവാറും ഇതിൽ വരാൻ പോകുന്നത് 12, 13, 5G ബാൻഡ്സ് ഒക്കെ തന്നെ ആയിട്ടായിരിക്കും ഈ ഫോണൊക്കെ ലോഞ്ച് ആവാനൊക്കെ പോകുന്നത്. സെയിം തന്നെയാണ് തോന്നുന്നത് A52s ഒക്കെ അതേപോലെയൊക്കെ തന്നെ ആയിരിക്കും ഇതിനകത്തൊക്കെ ലോഞ്ച് ഒക്കെ ആകാൻ പോകുന്നത് 5G ബാൻഡ്സ് ഒക്കെ തന്നെ. അപ്പോൾ 12 5G ബാൻഡ്സ് ഒക്കെ നമുക്ക് ഈ സ്മാർട്ട് ഫോണിനകത്ത് എക്സ്പെക്ട് ചെയ്യാവുന്നതൊക്കെ തന്നെയാണ്. അപ്പോൾ ഇതൊക്കെ തന്നെയുള്ളതാണ് ഈ ഫോണിന്റെ 5G ബാൻഡ്സിനെ പറ്റിയൊക്കെ തന്നെ. അപ്പോൾ അടുത്തത് ഈ സ്മാർട്ട് ഫോണിന്റെ ബാറ്ററി ബാക്കപ്പിനെ പറ്റി പറയുകയാണെങ്കിൽ ഈ ഫോൺ വരാൻ പോകുന്നത് 4500 mAh ഒക്കെ തന്നെ ആയിട്ടായിരിക്കും. പക്ഷെ ഒരു കൺഫ്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്മാർട്ട് ഫോണിന്റെ ബോക്സിനകത്ത് നിങ്ങൾക്ക് ചാർജർ കിട്ടുമോ ഇല്ലയോ എന്നൊക്കെ തന്നെയാണ്. ഇപ്പൊ മിക്കവാറും എനിക്ക് തോന്നുന്നത് ഈ S21 FE ബോക്സിൽ നിങ്ങൾക്ക് ചാർജർ ഒന്നും തന്നെ ആയിട്ട് അല്ലായിരിക്കും ഇതൊക്കെ ഇറങ്ങാനൊക്കെ പോകുന്നത്. അഥവാ തരുവാണെങ്കിൽ തന്നെ ബോക്സിൽ മിക്കവാറും 25 വാട്ട് ഫാസ്റ്റ് ചാർജർ ആയിരിക്കാം ഈ ഫോണിനകത്തൊക്കെ വരാനൊക്കെ തന്നെ പോകുന്നത്. അപ്പൊ ഇതൊക്കെ തന്നെയുള്ളായിരുന്നു ഈ സ്മാർട്ട് ഫോണിനകത്തൊക്കെ തന്നെ. പിന്നെ ഈ സ്മാർട്ട് ഫോണിന്റെ ലോഞ്ച് ഡേറ്റിനെ പറ്റി പറയാം. ഇപ്പൊ റൂമേഴ്സിലൊക്കെ ന്യൂസ് വരുന്നത് ഈ സ്മാർട്ട് ഫോൺ മിഡ് ഒക്ടോബർ ഒക്കെ തന്നെ ആകുമ്പോൾ ലോഞ്ച് ആവുന്നൊക്കെ തന്നെയാണ്. അപ്പൊ നോക്കാം എന്തൊക്കെയാണ്. അപ്പോൾ ഒക്ടോബറിലൊക്കെ തന്നെ ആയിരിക്കും ഈ ഫോണൊക്കെ ലോഞ്ച് ആവും. അപ്പൊ ഈ ഫോൺ ഡിലേ ആവുന്നതിന്റെ മെയിൻ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്മാർട്ട് ഫോണിന്റെ ഈ സെറ്റും പിന്നെ ഈ കമ്പോണൻസ് ഒക്കെ തന്നെ ഉണ്ട്. അപ്പൊ അതിപ്പോ മാർക്കറ്റിൽ ഒന്നും തന്നെ കിട്ടാൻ ഒന്നും തന്നെ ഇല്ല. അപ്പൊ ഇതൊക്കെ തന്നെയാണ് മെയിൻ റീസൺസ് ഒക്കെ ഈ ഫോണൊക്കെ ലോഞ്ച് ആവാനൊക്കെ ഡിലേ ആവുന്നതൊക്കെ തന്നെ. അപ്പൊ ഇതൊക്കെ തന്നെയുള്ളായിരുന്നു ഗാലക്സി S21 FE പറ്റി. അപ്പൊ 50,000 റുപ്പീസിന് ഈ സ്മാർട്ട് ഫോൺ ലോഞ്ച് ആവുകയാണെങ്കിൽ iPhone 13 മിനിയും പിന്നെ ഈ OnePlus 9 ഈ ഫോൺസുമായിട്ട് ഇത് നല്ലോണം കമ്പീറ്റ് ചെയ്യാനൊക്കെ നമുക്ക് പറയാനൊക്കെ തന്നെ പറ്റും. പക്ഷെ ഈ സ്മാർട്ട് ഫോൺ ഒരു ഡൗൺ സൈഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ വരുന്നത് പോളികാർബണേറ്റ് ബാഗ് ഒക്കെ തന്നെ ആയിട്ടാണ്. അതാണ് ഈ സ്മാർട്ട് ഫോണിന്റെ ഡൗൺ സൈഡ് ഒക്കെ തന്നെ. ഇത് വരുന്നത് പ്ലാസ്റ്റിക് ബാഗ് ഒക്കെ തന്നെ ആയിട്ടാണ്. അപ്പൊ ഇതൊക്കെ തന്നെ ഉള്ളതാണ് ഈ സ്മാർട്ട് ഫോണിന്റെ മെയിൻ ഡൗൺ സൈഡ് ഒക്കെ തന്നെ. ബാക്കി ഈ സ്മാർട്ട് ഫോണിനകത്ത് എല്ലാം തന്നെ നല്ലതൊക്കെ തന്നെയാണ്. പക്ഷെ ഈ സ്മാർട്ട് ഫോൺ ഒരു ഡൗൺ സൈഡ് ആണ് ഇതിന്റെ ബിൽഡ് ക്വാളിറ്റി ഒക്കെ തന്നെ. അപ്പൊ ഇതൊക്കെ തന്നെ ഉള്ളതാണ് S21 FE പറ്റി. അപ്പൊ മിഡ് ഒക്ടോബർ ആകുമ്പോഴത്തേക്കും ലോഞ്ച് ആവുന്നൊക്കെ തന്നെയാണ് റൂമേഴ്സ് ഇതിനകത്തൊക്കെ തന്നെ വരുന്നത്. അപ്പൊ ഇതൊക്കെ തന്നെയുള്ളായിരുന്നു ഈ ഫോണിനെ പറ്റി. അപ്പൊ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് നിങ്ങൾക്ക് കമന്റ് ചെയ്തിട്ട് പറയാൻ പറ്റും. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ദാറ്റ്സ് ഇറ്റ് ഗൈസ്. താങ്ക്സ് ഫോർ വാച്ചിങ്.